ഏറ്റവും പുതിയ റോയൽ എൻഫീൽഡ് ഷോട്ട് ഗൺ 650 അങ്ങനെ ഒഫീഷ്യലായിട്ട് നമ്മുടെ കേരളത്തിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വാഹനം നേരിട്ട് കണ്ട ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കൊരു വാഹനത്തിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ബിൽഡ് ക്വാളിറ്റിയും ഫിറ്റ് ആൻഡ് ഫിനിഷുമാണ്. റോയൽ എൻഫീൽഡ് ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡൽ ആയതുകൊണ്ട് തന്നെ അതേ രീതിയിലുള്ള ഒരു ബിൽഡ് ക്വാളിറ്റിയാണ് ഈ ഒരു വാഹനത്തിന് വന്നിരിക്കുന്നത്. വളരെ അടിപൊളിയായിട്ടുള്ള പെയിൻറ്റ് ജോബ്, സ്റ്റിക്കറിങ്, അതുപോലെ തന്നെ വാഹനത്തിൽ വന്നിരിക്കുന്ന പാനൽസ് കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ നല്ല പ്രീമിയവും നല്ല വെൽ ബിൽഡായിട്ട് ഫീൽ ചെയ്യുന്നവയാണ്. സെക്കൻഡ് വൺ ഈസ് ദ എഞ്ചിൻ. റോയൽ എൻഫീൽഡിൻ്റെ പല 650 മോഡൽസിലും നമ്മൾ കണ്ടു പരിചയിച്ച ആ ഒരു പാരലൽ ട്വിൻ 650cc എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലും റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത്. എയർ പ്ലസ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. മാക്സിമം 46 bhp ഓളം പവറും അതുപോലെ ഒരു 52 Nm ടോർക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. വളരെ റിഫൈൻഡ് ആണെന്നുള്ളതാണ് ഈ ഒരു എഞ്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വർഷങ്ങളായിട്ട് റോയൽ എൻഫീൽഡിൻ്റെ പല വാഹനങ്ങളും പ്രൂവൺ ആയിട്ടുള്ള എഞ്ചിനാണ്. ആ ഒരു എഞ്ചിൻ തന്നെയാണ് ഇതിലും റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത്. തേർഡ് വൺ ഈസ് ദ സീറ്റിംഗ്. നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പോസ്റ്ററാണ് ഇതിൽ വരുന്നത്. പക്ഷേ നമ്മുടെ ക്രൂസർ ബൈക്കുകളെ പോലെ അത്ര റിലാക്സ്ഡ് അല്ല, ഒരു ചെറിയ സ്പോർട്ടിനെസ്സും ഉണ്ട്. പക്ഷേ നമുക്കിതിൽ വ്യത്യസ്തമായിട്ടൊരു കാര്യം വരുന്നതാണ്, ബാക്കിൽ നമുക്കിപ്പോൾ പില്ലൺ സീറ്റുണ്ട്. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കിതിൽ ലഗേജ് ക്യാരി ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഒരു ക്യാരിയറോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഇതിൽ ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതും അഴിച്ചു മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്റ്റൈലിഷ് ബോബറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നീട് ഇതിൽ വന്നിരിക്കുന്നതാണ് ഷോവയുടെ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ലാർജ് സെപ്പറേറ്റ് ഫംഗ്ഷൻ ഫോക്സ്. ഫ്രണ്ടിൽ നിന്ന് വണ്ടിയുടെ ആ ഒരു ലുക്ക് തന്നെ മാറ്റുന്നുണ്ടോ, വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഫീലും അടിപൊളി തന്നെ ആയിരിക്കും. ഇതിൽ ബാക്കിൽ നമുക്ക് ഡബിൾ സൈഡഡ് ഹൈഡ്രോളിക് സസ്പെൻഷനാണ് ഇതിലുള്ളത് വിത്ത് 5 സ്റ്റെപ്പ് പ്രീലോഡ് അഡ്ജസ്റ്റബിലിറ്റി. മറ്റ് റോയൽ എൻഫീൽഡ് വാഹനങ്ങൾ നമ്മൾ കണ്ടു പരിചയത്ത രീതിയിലുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണ് ഇതിൽ വരുന്നത്. ഒരു അനലോഗ് സ്പീഡോമീറ്ററും അതിന് നടുക്കായി ഒരു ചെറിയ ഡിജിറ്റൽ ഡിസ്പ്ലേയും മറ്റു വാർണിംഗ് ലാംപ്സും ഇതിൽ കാണാൻ സാധിക്കും. റൈറ്റ് സൈഡിൽ നമുക്കിതിൽ ഗൂഗിൾ പവേർഡ് ആയിട്ടുള്ള ട്രിപ്പർ നാവിഗേഷനും ഉണ്ട്. വളരെ വൈഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ആൻഡ് ക്ലച്ച് ലിവേഴ്സാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഓടിക്കുമ്പോൾ കിട്ടുന്ന കംഫർട്ടും കോൺഫിഡൻസും നെക്സ്റ്റ് ലെവലായിരിക്കും. ബേസ്, മിഡ്, ടോപ്പ് എന്നിങ്ങനെ 3 വേരിയൻസിലാണ് ഈ ഒരു ബൈക്ക് വരുന്നത്. ബേസ് വേരിയൻ്റ് ആയ ഷീറ്റ് മെറ്റൽ ഗ്രേ എന്ന കളറിന് ഏകദേശം 4,57,000 രൂപയോളാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതേപോലെ ടോപ്പ് മോഡലായ സ്റ്റെൻസിൽ വൈറ്റിന് 4,73,000 രൂപ ഓൺ റോഡ് പ്രൈസും വരുന്നുണ്ട്. പിന്നീടുള്ളത് നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ഒരു പ്ലാസ്മ ബ്ലൂവും ഡ്രിൽ ഗ്രീൻ എന്ന് പറയുന്ന മിഡ് വേരിയൻസ് ആണ്. ഇതിൻ്റെ വില ഏകദേശം വരുന്നത് 4,70,000 രൂപ ഓൺ റോഡ് തിരുവല്ലമാണ്. അപ്പോൾ എന്താണ് ഈ ഒരു പുതിയ റോയൽ എൻഫീൽഡ് ഷോട്ട് ഗൺ 650യെ പറ്റി നിങ്ങൾക്ക് തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും വണ്ടി ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. കൂടുതൽ ഇൻഫർമേഷൻസിനായിട്ട് റോയൽ എൻഫീൽഡ് സെൻറ് മേരീസ് മോട്ടോഴ്സ് തിരുവല്ലയെ കോൺടാക്ട് ചെയ്യുക.